അത് കഴിയും മുമ്പ് ഞാൻ ഇങ്ങോട്ട് വളയ്ക്കാൻ നോക്കിയാൽ പോസ്റ്റുമേക്കാണ് നമ്മുടെ വണ്ടി പോകണം. ബട്ട് നമ്മളൊരു 4 കൂടിയ ജംഗ്ഷനിൽ സ്ട്രൈറ്റ് ആയിട്ട് പോകുമ്പോൾ ഇടാനുള്ള സാധനമല്ല ഇരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ വണ്ടിയിലുള്ള 3 മിറേഴ്സ് നമ്മൾ നോക്കണം. ഔട്ട് സൈഡ് റിയർ വ്യൂ മിറർ. ഹായ് ഓൾ, അപ്പോൾ നമ്മുടെ ഹൗ ടു ഡ്രൈവ് എ കാർ പ്രോപ്പർലി എന്ന സീരീസിന്റെ ഫസ്റ്റ് പാർട്ടാണ്. കമോൺ. അപ്പോൾ നമുക്ക് വണ്ടി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് തന്നെ പറഞ്ഞു തുടങ്ങാം. വണ്ടി ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ഇപ്പോൾ കാലത്തൊക്കെയാണ് എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒന്നില്ലെങ്കിൽ ചാവി പുഷ് ബട്ടൺ പുഷ് ബട്ടൺ. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതുപോലെ കുറേ വാണിംഗ് ലൈറ്റ്സ് കത്തി കിടക്കണം. മഞ്ഞൊക്കെ എൻജിൻ്റെയും അങ്ങനെ കുറേ ഉണ്ട്. അല്ലാതും പറയാമെന്നാൽ നേരം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പറയാം. അപ്പോൾ ഇപ്പം ഇങ്ങനെ കത്തുന്നത് കുഴപ്പമില്ല ബാറ്ററി ഓൺ ആക്കുമ്പോൾ. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ പോവും, അല്ല അതും പോകണം. ഇപ്പോൾ അതേ കണ്ട എല്ലാം പോയി. ഇപ്പോൾ സീറ്റ് ബെൽറ്റിൻ്റെയും അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെയും ലൈറ്റ് മാത്രമേ കത്തണുള്ളൂ. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മോർണിംഗ് ഒക്കെ ആണെന്ന് വെച്ചാൽ ഫസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ വണ്ടി എടുക്കണമെന്ന് വെച്ചാൽ ആ ഡേയിൽ കുറച്ച് 2 മിനിറ്റെങ്കിലും വണ്ടി സ്റ്റാർട്ട് ചെയ്തിടുക. എന്നാലേ എഞ്ചിനിലത്തെ ഓയിലൊക്കെ ഫുള്ളി സർക്കുലേറ്റ് ആയി ഒന്ന് വരാറുള്ളൂ. അല്ലെങ്കിൽ അത് എഞ്ചിൻ കേടാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ തന്നെ വണ്ടി ആക്സിലേറ്റർ എടുത്ത് പോണത്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. എല്ലാവർക്കും അറിയുന്നതാവും, എന്നാലും ഒന്ന് പറയുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വണ്ടിയിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ വണ്ടിയിലുള്ള 3 മിറേഴ്സ് നമ്മൾ നോക്കണം. ഔട്ട് സൈഡ് റിയർ വ്യൂ മിററും ഇൻസൈഡിലുള്ളതും നോക്കണം. അപ്പോൾ ആദ്യത്തെ ഈ റൈറ്റ് സൈഡിലുള്ള ORVM, അത് കഴിഞ്ഞാൽ IRVM, ലെഫ്റ്റ് സൈഡ് ORVM. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതിൽ എൻ്റെ ഫ്രണ്ട്സ് ഫാമിലീസ് ഒക്കെ വണ്ടി ഓടിക്കുമ്പോൾ അവർ ചിലരൊക്കെ ഇങ്ങനെ ഈ 3 മിറേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് ഓടിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് പറയാനുള്ള കാരണം ഈ 3 മിറേഴ്സ് നമ്മൾ നമ്മുടെ സിറ്റിംഗ് പൊസിഷന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം വണ്ടി ഓടിക്കാൻ സ്മൂത്ത് ആയിരിക്കും. നമുക്ക് എല്ലാ ഡയമെൻഷൻസും കാണാൻ പറ്റും. ബ്ലൈൻഡ് സ്പോട്ട്സ് കുറവായിരിക്കും. അപ്പോൾ ഇത് 3ഉം നമ്മളിരിക്കുന്ന പൊസിഷന് കറക്റ്റായിട്ട് നമുക്ക് പിന്നിലേക്കും ഒക്കെ വണ്ടികളെല്ലാം കാണാൻ പാകത്തിന് നമ്മൾ സെറ്റ് ചെയ്യണം കയറി കഴിഞ്ഞാൽ. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് വണ്ടിയുടെ എല്ലാ സൈഡിൽ നിന്നുള്ള വ്യൂസും അഡ്ജസ്റ്റ് ആയിട്ട് നമ്മുടെ രീതിയിൽ കാണാൻ പറ്റും നമ്മുടെ ഇരിക്കുന്ന സിറ്റിംഗ് പൊസിഷന് വേണ്ടി. അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ടും കുറവായിരിക്കും അങ്ങനെ 3 മിററും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കാര്യം പറയാന്ന് വെച്ചാൽ ഒരു വണ്ടി നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ടൈറ്റ് സ്പേസിൽ കൂടെ ലെഫ്റ്റ് റൈറ്റ് വളയാനാന്ന് വെച്ചാൽ നമ്മളുടെ ഈ പില്ലർ കഴിഞ്ഞ് മിറർ കഴിഞ്ഞാൽ നമുക്ക് വളച്ചാൽ വണ്ടി സുഖമായിട്ട് കിട്ടും. അപ്പോൾ അതിന് പറഞ്ഞുതരാം. എന്താ അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. ഞാൻ കഴിയണതിൽ മുന്നേ ഓടിച്ചാൽ നോക്കിയേ എനിക്ക് വണ്ടി ഒടിഞ്ഞ് കിട്ടില്ല. പോസ്റ്റുമേക്കാണ് വണ്ടി പോണത്. അപ്പം അതിന് പകരം ഞാൻ ബാക്ക് എടുത്തിട്ട് കുറച്ച് റൈറ്റിലേക്ക് ഓടിച്ച് ആ ആപ്പിൽ കഴിഞ്ഞപ്പോൾ എന്നെ ഓടിച്ചാൽ വണ്ടി ആ പോസ്റ്റുമേ കൂട്ടാണ്ട് ഇങ്ങോട്ട് പോരും. അപ്പോൾ കണ്ടോ ഇങ്ങനെ വരുമ്പോൾ അത് കഴിയും മുമ്പ് ഞാൻ ഇങ്ങോട്ട് വളയ്ക്കാൻ നോക്കിയാൽ പോസ്റ്റുമേക്കാണ് നമ്മുടെ വണ്ടി പോണത്. ബട്ട് വരുമ്പോൾ തന്നെ ഒരു തരി റൈറ്റിലേക്ക് ഓടിച്ച് ആ പില്ലർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മിറർ കഴിഞ്ഞിട്ട് നമ്മൾ വളയ്ക്കാന്ന് വെച്ചാൽ ആ പോസ്റ്റുമേ തട്ടാണ്ട് വണ്ടി നേരെ പോരും. പിന്നെ നെക്സ്റ്റ് പറയാന്നുള്ളതെന്ന് പറഞ്ഞാൽ വണ്ടിയിൽ കുറേ ഓപ്ഷൻസ് എല്ലാവരുടെയും കാറുകളിൽ ഇപ്പോൾ വരുന്നുണ്ടാവും. അതുപോലെ ഈ ചിഹ്നം എന്ന് പറയുന്നത് ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചാണ്. അത് നമ്മളൊരു 4 കൂടിയ ജംഗ്ഷനിൽ സ്ട്രൈറ്റ് ആയിട്ട് പോകുമ്പോൾ ഇടാനുള്ള സാധനമല്ല. ഒരു എമർജൻസി സിറ്റുവേഷനാണ്. വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയാൽ അല്ലെങ്കിൽ ഫോഗുള്ള ടൈമിൽ അല്ലെങ്കിൽ പെട്ടെന്ന് വണ്ടി നിർത്തി മുന്നിൽ എന്താണെന്ന് ആൾക്കാർക്ക് അറിയണം. എന്തെങ്കിലും നമ്മൾക്കൊരു ഒബ്സ്റ്റക്കിൾ വന്നിട്ടായിരിക്കും നിർത്തുന്നില്ല. മുന്നിലത്തെ വണ്ടി നിർത്തിയിട്ടോ അല്ലെങ്കിൽ ഒരാൾ വീണിട്ടായിരിക്കും. അപ്പോൾ ഇതിട്ടാൽ പിന്നിലത്തെ ആൾക്കാർക്ക് മനസ്സിലാവും നമ്മൾ എന്തുകൊണ്ടാണ് നിർത്തിയെന്ന്. അല്ലെങ്കിൽ പിന്നിലത്തെ ആൾക്കാർ നമ്മളെന്തുകൊണ്ടാണ് വണ്ടി നിർത്തിയെന്ന് അവർ ഊഹിച്ച് കണ്ടുപിടിക്കേണ്ട അവസ്ഥയായിരിക്കും. അതെനിക്ക് പലപ്പോഴും വന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് ഈ ഹസാർഡ് ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. നമ്മൾ പിന്നെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അടുത്ത സീരീസിൽ നമുക്ക് കാണാം പാർട്ട് 2. ബൈ, താങ്ക് യു.